ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി തമ്മിലടിയും തർക്കവും തുടരുകയാണ്. ഇറാന് നേരെ വീണ്ടും അമേരിക്ക വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിനെതിരെ ഇറാൻ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തിയ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇറാൻ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ മറ്റൊരു ശക്തിയുടെ കടുത്ത ഇടപെടലുകളാണ് ചർച്ചയാകുന്നത്. വേറാരുമല്ല, അത് റഷ്യയാണ്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ റഷ്യ തങ്ങളുടെ അത്യാധുനിക ഡൂംസ്ഡേ വിമാനം ഇറാനിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. റഷ്യൻ സർക്കാരിന്റെ പറക്കുന്ന പോസ്റ്റായി അറിയപ്പെടുന്ന ടുപോലെവ് Tu-214PU ആണ് ടെഹ്റാനിൽ എത്തിയത്. റഷ്യയുടെ അതീവ സുരക്ഷിതമായ വാർത്താവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള വിമാനമാണിത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ എന്നതാണ് ശ്രദ്ധേയം. ഡൂംസ്ഡേ വിമാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? നിലവിലെ സാഹചര്യത്തിൽ ഈ നീക്കം എത്രത്തോളം പ്രധാനമാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. ഇതുവരെ പരോക്ഷമായ സഹായങ്ങൾ നൽകുന്നുവെന്ന ആരോപണങ്ങളാണ് റഷ്യക്കെതിരെ അമേരിക്ക ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്നതിന് തുല്യമാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സാധാരണ യാത്രാ വിമാനമായ Tu-214നെ അടിമുടി പരിഷ്കരിച്ച് ഒരു പറക്കുന്ന കമാൻഡ് സെന്ററാക്കി മാറ്റിയിരിക്കുകയാണ് റഷ്യ ഇവിടെ. അതിനാൽ സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധം പോലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലും തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായുള്ള കമാൻഡ് ഉറപ്പാക്കാൻ ഈ അത്യാധുനിക വിമാനത്തിന് സാധിക്കും. ശത്രുക്കളുടെ ഭീഷണികൾക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ വിമാനം സഹായിക്കും. അടിയന്തര സാഹചര്യമോ യുദ്ധമോ ഉണ്ടായാൽ റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് ആകാശത്തിരുന്നുകൊണ്ട് തന്നെ രാജ്യത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ ഈ വിമാനം സഹായിക്കും. അതിനാലാണ് ഇതിനെ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനമെന്ന് വിശേഷിപ്പിക്കുന്നതും. ആണവാക്രമണം പോലുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആകാശത്തു നിന്നും സൈന്യത്തിന് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ ഈ വിമാനത്തിലെ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. റഷ്യൻ പ്രസിഡന്റിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യാത്രകൾ നിയന്ത്രിക്കുന്ന റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രനാണ് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 ടർബോഫാൻ എഞ്ചിനുകളുള്ള ഈ വിമാനത്തിന് ഏകദേശം 6500 കിലോമീറ്റർ വരെ ദൂരം ഒറ്റയ്ക്ക് പറക്കാൻ സാധിക്കും. മണിക്കൂറിൽ 850 കിലോമീറ്ററാണ് ഇതിന്റെ ശരാശരി വേഗത. തുടർച്ചയായ സുരക്ഷാ നിരീക്ഷണങ്ങൾക്കും സൈനിക മേധാവികളുടെ സുരക്ഷിത യാത്രകൾക്കും തന്ത്രപ്രധാനമായ നയതന്ത്ര ദൗത്യങ്ങൾക്കുമായി വിരലെണ്ണാവുന്ന വിമാനങ്ങൾ മാത്രമാണ് റഷ്യ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ അത്രയും നിർണായകമായ വിമാനമാണ് ഇപ്പോൾ റഷ്യ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. എന്തായാലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം ശക്തമാക്കുകയും ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ റഷ്യൻ വിമാനം എത്തിയത് ഭൗമരാഷ്ട്രീയത്തിലെ വലിയ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നതിനുള്ള തിരിച്ചടിയായാണ് റഷ്യയുടെ ഈ നീക്കത്തെ നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായാണിതെന്നും സൈനിക സാങ്കേതിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇവിടെ വിലയിരുത്തലുകളുമുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മിസൈൽ കേന്ദ്രങ്ങൾക്കും നേരെ US പുതിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പ്രതികാരമായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് റഷ്യ തങ്ങളുടെ ഡൂംസ്ഡേ വിമാനവുമായി ഇറാനെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന വാർത്ത പടരുന്നതും. അതേസമയം ഇറാൻ അമേരിക്ക നേതാക്കൾക്ക് നേരെയുള്ള കൊലവിളികൾ കനക്കുകയാണ്. പരമോന്നത നേതാവിന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുള്ള സംവിധാനം ഒരുക്കണമെന്ന് ദേശീയ സുരക്ഷാ കൗൺസിലിനോട് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് തുറക്കാൻ അമേരിക്ക ഹോർമുസ് വിടുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ഇറാൻ അറിയിക്കുന്നതും. അമേരിക്ക തുടർന്നാൽ ലോകത്തെ എണ്ണ, ഗ്യാസ് മേഖലകളിൽ കൂടുതൽ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തനിക്കെതിരെ വധശ്രമം ഉണ്ടായാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ സജ്ജമാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇറാനിലേക്ക് ആദ്യമായി അമേരിക്ക കടലിലും കരയിലും സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ച വാർത്തകളുമുണ്ട്. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാൻ തിരിച്ചടിച്ചു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന ഒരു മുന്നറിയിപ്പ് റഷ്യ ഇതിനകം നൽകിയിട്ടുമുണ്ട്. എന്തായാലും സംഘർഷഭൂമിയിൽ റഷ്യൻ പ്ലാൻ എന്തെന്നും അതെങ്ങനെ പശ്ചിമേഷ്യയെ ബാധിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും.